ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ പൃഥ്വിരാജിനെ പറ്റിയാണ്. പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു ചിത്രമാണ് ഈ അദ്ദേഹത്തിൻ്റെ എമ്പുരാൻ, പ്രോഡാഡി, ലൂസിഫർ എന്ന ചിത്രങ്ങളുടെ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ എന്തായാലും അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എമ്പുരാൻ്റെ ശേഷം നമ്മുടെ പൃഥ്വിരാജ് അടുത്തൊരു ഡയറക്ഷൻ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മിക്കവാറും ചെറിയൊരു ചിത്രം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ മേ ബി മോഹൻലാലാവാം നായകൻ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ദ്രജിത്തിനെ വെച്ചിട്ടുള്ള മൂവി ആയിരിക്കും. കാരണം റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ ഇന്ദ്രജിത്ത് നായകനാവുന്ന ചിത്രം, മേ ബി അതും ആവാം. ലാലേട്ടൻ്റെ ഈ വർഷത്തെ ഏറ്റവും അവൈറ്റഡ് മൂവിയായ സിനിമയാണല്ലോ ദൃശ്യം 3 സിനിമ. അങ്ങനെ ഏപ്രിൽ 2 എത്തുകയാണ്. അന്നേ ദിവസം തന്നെ നമ്മുടെ ആഷറും ടീമും ചെക്ക് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു ക്ലാഷ് റിലീസ് വാഴ 2 അങ്ങനെ ഏപ്രിൽ 2 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാഷ് വിന്നർ ആരായിരിക്കും എന്ന് ഉള്ളൊരു തോത്തൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഖലീഫയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഖലീഫയുടെ അടുത്ത ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നെയിൽ നിതിൻ മുകേഷ് എന്ന നടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിരിക്കുന്നത്. എന്തായാലും ക്യാരക്ടറിൻ്റെ പേര് റിവീൽ ചെയ്തിട്ടില്ല. ഈ വരുന്ന ജാനുവരി 23 റിലീസ് ചെയ്യുന്ന ചിത്രമാണല്ലോ നമ്മുടെ നീംപോളിയുടെ ബേബി ഗേൾ. സിനിമ അങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലീൻ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റേഴ്സിലുള്ള നിഗൂഢതകൾ എന്തായാലും ഒരു ക്രൈം സംഭവങ്ങളൊന്നും അല്ല. കാരണം സിനിമയ്ക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ജോണറാണെന്നും ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും സിനിമയുടെ ട്രെയിലർ മറ്റ് അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കാട്ടാളൻ എന്ന സിനിമയുടെ ടീസർ ഇന്നേ ദിവസം 6 മണിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ കൂടാതെ നമ്മുടെ വിനീത തിയേറ്ററിൽ ഈ വരുന്ന ജാനുവരി 16 അതായത് ഇന്നേ ദിവസം ഒരു 5:30 ടീസർ സ്ക്രീൻ ചെയ്യുന്നതായിരിക്കും. സൂര്യ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രമാണല്ലോ സൂര്യ 47. നമ്മുടെ ജിത്തു മാധവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ സുഷിൻ ശ്യാമാണ്. അപ്പോൾ സിനിമയുടെ OTT റൈറ്റ്സ് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ധനുഷ് 54ൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്ന ദിവസം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ടൈറ്റിൽ കാര എന്നാണ്. അപ്പോൾ എന്തായാലും ധനുഷിൻ്റെ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. നമ്മുടെ മമിത ബൈജു ഉണ്ട് സിനിമയിൽ. ജിത്തു ജോസഫിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ചിത്രമായ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ 6 മണിക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ കത്തനാർ എന്ന സിനിമയുടെ ആ മോസ്റ്റ് അവൈറ്റഡ് ട്രെയിലർ വരാൻ ഇപ്പം അധികം നമ്മൾ കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ അഖിൽ സത്യൻ ഒരു പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം ട്രെയിലർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ മലയാള സിനിമ കാണാത്ത മറ്റൊരു സംഭവമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളുടെ റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.